കോൺഗ്രസിന് അപ്രതീക്ഷിതമായ ഒരു വിജയമായിരുന്നു ഉത്തർപ്രദേശിൽ ലഭിച്ചത്. ഏതായാലും അതിൻ്റെ വിജയം കോൺഗ്രസ്സുകാർ കേരളത്തിലടക്കം വലിയ രീതിയിൽ ആഘോഷിക്കുമ്പോൾ യുപിയിലുള്ള കോൺഗ്രസ്സുകാർക്ക് സ്വന്തം ഓഫീസിൽ പോലും ഇരിക്കാൻ വയ്യാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്നു. ജയിച്ച എംപിമാരെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. അതിന് മറ്റൊന്നുമല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഒരുപക്ഷെ ഈ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ കരുതും അവരെ അനുമോദിക്കാനായി ആൾക്കാർ എത്തുന്നുണ്ട്, തിരക്കൊണ്ടാണ്. അല്ല, കയ്യിൽ കിട്ടിയാൽ അവർ തല്ലുമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ജനം. കാരണം അവിടുത്തെ സ്ത്രീകൾക്ക് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വലിയ വാഗ്ദാനം നൽകിയത്. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞു പോകുന്നൊരു വാഗ്ദാനമായിരുന്നില്ല. പകരം പ്രിന്റ് ചെയ്തതിന് ഒരു ഗ്യാരണ്ടി കാർഡ് നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് യുപിയിൽ പ്രതിപക്ഷ സഖ്യത്തിന് സീറ്റ് കിട്ടുകയാണെങ്കിൽ, അതായത് കോൺഗ്രസിന് സീറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജൂൺ 5 മുതൽ നിങ്ങൾക്ക് ഒരു പണം നിങ്ങളുടെ ബാങ്കിലെത്തും. അതായത് തീരെ ദരിദ്രരായിട്ടുള്ള സ്ത്രീകൾക്കാണ് ഈ വാഗ്ദാനം നൽകിയത്. അവരുടെ പേര് ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരുന്നു. ഈ പേര് അവർ കളക്ട് ചെയ്തു. ഒപ്പം തന്നെ അക്കൗണ്ട് നമ്പർ അടക്കം ഈ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരിൽ നിന്നും കളക്ട് ചെയ്തിരുന്നു. ഈ ദരിദ്രരായ സ്ത്രീകൾക്ക് 8500 രൂപ മാസം നൽകുമെന്നും മറ്റു സ്ത്രീകൾക്ക് വർഷത്തിൽ 1 ലക്ഷം രൂപ നൽകുമെന്നും അതിൻ്റെ ആദ്യ ഗഡു ജൂൺ 5 ബാങ്കിൽ എത്തുമെന്നാണ് പറഞ്ഞത്. ജൂൺ 5 ബാങ്ക് അക്കൗണ്ടിൽ പണം എത്താത്തതിനെ തുടർന്ന് സ്ത്രീകൾ ആദ്യം എത്തിയത് മുസ്ലിം സ്ത്രീകളാണെന്ന് എടുത്തു പറയണം. കാരണം ആ സ്ത്രീകൾക്കിടയിലാണ് ആദ്യമായിട്ട് ഈ പ്രചരണം മുൻപോട്ട് കൊണ്ടുപോയത്. അവർ വരിവരിയായി കോൺഗ്രസിൻ്റെ പല ഓഫീസുകൾക്ക് മുമ്പിലും ക്യൂ നിൽക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇത് ഒരു സ്ഥലത്ത് മാത്രം നടന്ന ഒരു തട്ടിപ്പ് ആയിരുന്നില്ല. 80 ലക്ഷത്തോളം സ്ത്രീകൾക്ക് ഇത്തരത്തിൽ കാർഡ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഏതായാലും ഒരു തമാശയ്ക്ക് പോലും ഒരു രാഷ്ട്രീയ പാർട്ടി നൽകാത്തൊരു വാഗ്ദാനം കാർഡ് അടിച്ച് ഗ്യാരണ്ടി സഹിതമാണ് നൽകിയിരിക്കുന്നത്. അതായത് ഇവരുടെ ബാങ്ക് അക്കൗണ്ട് വാങ്ങിക്കൊണ്ട് പോകുന്നു, ഇവരുടെ പേരുകളും ബാങ്ക് അക്കൗണ്ടും ശേഖരിക്കുന്നു, ഈ ബാങ്ക് അക്കൗണ്ടും പേരും വെച്ചിട്ട് ഇവർക്ക് കാർഡ് നൽകുന്നു. നിങ്ങൾ ജൂൺ 5 നിങ്ങൾക്ക് ഫസ്റ്റ് ഗഡു വരുമെന്ന് പറയുന്നു. പോസ്റ്റർ അടിക്കാൻ പോലും പൈസ ഇല്ലാത്തൊരു പാർട്ടിയാണ് ഇത്തരത്തിലൊരു വാഗ്ദാനം നൽകിയത്. നിരക്ഷര കുക്ഷികളായ പാവം സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ അല്പം വൈകിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ദുഃഖകരമായ അവസ്ഥ. ഏതായാലും കോൺഗ്രസിൻ്റെ ഓഫീസുകൾ വളഞ്ഞ സ്ത്രീകൾ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഉത്തർപ്രദേശിൽ നിന്നും വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. ഇവിടെ ശ്രദ്ധേയമായ ഒരു ചെറിയ കാര്യം കൂടി സൂചിപ്പിക്കുന്നു. മോദി 15 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞ് തള്ളിമറിക്കുന്ന കോൺഗ്രസ്സുകാർ ഇതിനെ എങ്ങനെ ന്യായീകരിക്കുമെന്നറിയാൻ കൗതുകമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.